ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശിവൻ വക്കീലിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വക്കീലിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് വക്കീൽ സാറേ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത്? നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമായിരുന്നല്ലോ. അവിടെ എൻ്റെ ഭാര്യയുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞത്. അവൾക്ക് 100 കണ്ണ് 100 ചെവിയാ, എവിടെ ഇരുന്നാലും എന്ത് ഇരുന്നാലും രഹസ്യങ്ങളെല്ലാം കേൾക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമാണ്. എങ്കിൽ പിന്നെ നമുക്ക് ഓഫീസിലിരുന്ന് സംസാരിച്ചാൽ പോരായിരുന്നോ എൻ്റെ പൊന്നു സാറേ? ഓഫീസിലിരുന്നും പറ്റില്ല, പല രഹസ്യങ്ങളും എടോ തന്നോട് എനിക്ക് പറയാനുണ്ടെന്നേ. അതുകൊണ്ടല്ലേ തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്താ വക്കീലിന് പറയാനുള്ളത്? അതെ, ഈ ഹരിയുടെ കാര്യത്തിലെ ഭയങ്കര ഒരു റിസ്ക് ആണ്. അത് പെട്ടെന്നൊരു ജാമ്യം കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. നിങ്ങൾ ആ പെണ്ണിൻ്റെ വീട്ടുകാരെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ വീട്ടുകാരെ കണ്ടായിരുന്നു. എന്നിട്ട് വീട്ടുകാരെന്താ പറഞ്ഞത്? ഈ പോസ്കോ കേസ് ഒന്ന് പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരി എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങും. പക്ഷേ പോസ്കോ കേസ് പിൻവലിക്കാത്ത പക്ഷം ഇത് ഭയങ്കര റിസ്ക്കായ കാര്യമാണ്, പുറത്തിറക്കാനായിട്ട് വലിയ പാടാന്നേ. ആ പെണ്ണ് വന്ന് അതേ സാക്ഷി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും, ഹരിയുടെ കാര്യത്തിൽ നിരപരാധിത്വം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആകും. എന്തെങ്കിലുമൊക്കെ പണം കൊടുത്ത് അങ്ങോട്ട് ഒതുക്കാനായിട്ട് നോക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു വക്കീലെ, അങ്ങനെ ഒരു കാര്യത്തിൽ വീഴുന്ന ഒരാൾക്കാരല്ല അവരെ ഞാൻ പോയി കണ്ടായിരുന്നു, സംസാരിച്ചായിരുന്നു. അവർ നല്ല മാന്യമായ ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഹരിയുടെ കാര്യത്തിൽ അവർ ഭയങ്കര കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത്. അമ്പിനും വില്ലിനും അടുക്കാത്തൊരു പ്രകൃതമാണെന്നൊക്കെ പറയണം. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പാടാണല്ലോ. എങ്കിലും എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ച് നോക്കാം. നമുക്ക് പൈസ കിട്ടുന്ന കാര്യമാണല്ലോ, കുടുംബത്തിൽ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അതുകൊണ്ടാണ് സാർ എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് ഞങ്ങൾക്ക് ഒതുക്കിത്താ, എങ്ങനെയെങ്കിലും ഹരിയെ പുറത്തിറക്കിത്താ, സാറിന് വേണ്ട വിധത്തിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കത് മതി എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടുന്ന് പോവാണ്. വക്കീൽ അവിടുന്ന് പോയ സമയത്ത് നമ്മുടെ ശിവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അത് മനുവിൻ്റെ കോളായിരുന്നു. അപ്പോൾ കോൾ എടുക്കുകയാണ്. എന്താടാ മനു, നീ എന്താ വിളിച്ചത്? അച്ഛനത് എവിടെയാണ്? അത് പിന്നെ ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി വന്നാണ്. അത് പിന്നെ എന്നിട്ട് വക്കീലിനെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? വക്കീലിനെ കണ്ടിട്ട് പറഞ്ഞു, ഏതായാലും പോസ്കോ കേസൊക്കെ ഇല്ലാതാക്കണം, എന്നാൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊന്നും സാധ്യമാവുന്ന കാര്യമല്ലല്ലോടാ. ഞാൻ പിന്നെ ഹരിയേയും പോയി കണ്ടിരുന്നു. അവനോട് എന്ത് സംസാരിക്കാനായിട്ട്? എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റുമോ? പിന്നെ ഞാനിപ്പോൾ വിളിച്ചതേ, വല്യച്ഛൻ വരുന്നുണ്ട്. ആണോ? എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ? അയ്യോ, അച്ഛനെ വിളിച്ചായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അച്ഛൻ ഫോൺ എടുത്തില്ല അത്രേ. ഹരിയെ കാണാൻ വേണ്ടി കയറിയപ്പോഴേക്കും ഞാൻ ഫോണൊന്ന് സൈലൻ്റ് ആക്കിയായിരുന്നു. അപ്പോഴായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഞാൻ ഏതായാലും കോള് കണ്ടില്ല. എന്തേലും പറഞ്ഞോ? എന്താ പെട്ടെന്ന് വരുന്ന കാര്യമൊന്നും വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച ഉടനെ വരുന്നുണ്ടെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ എന്ന് പറയാണ്. ശരി, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുക. അപ്പോൾ ശിവന് ചെറിയൊരു ടെൻഷനൊക്കെ വരികയാണ്. എന്തിനായിരിക്കും ഇപ്പോൾ ഈ വെള്ളിച്ചൻ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ നമ്മുടെ മനുവിനെ കാണിക്കുകയാണ്. അപ്പോൾ മനു ഇങ്ങനെ കാലുകെട്ടിരിക്കുക. ആ സമയത്ത് വരുന്നു നമ്മുടെ ഗംഗേട്ടൻ. അപ്പോൾ ഗംഗേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓടി ചെല്ലുകയാണ് മനു. അപ്പോൾ മനു ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, എന്താടാ മനു, ഞാൻ വരുന്ന കറക്റ്റ് സമയം നിനക്കറിയായിരുന്നോ? ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ എന്നോട് കറക്റ്റ് സമയം. അല്ല, വലിയച്ഛൻ പറഞ്ഞില്ലായിരുന്നു, പക്ഷെ വലിയച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് വലിയച്ഛനെയും കാത്ത് ഞാൻ ഇവിടെ തന്നെ കണ്ണു നട്ട് കാത്തിരിക്കുകയായിരുന്നു വലിയച്ഛ. ഇതെല്ലാം വലിയച്ഛൻ വന്നല്ലോ, വളരെയേറെ സന്തോഷം. എങ്ങനെയുണ്ട് വലിയച്ഛ? യാത്രയൊക്കെ സുഖമായിരുന്നു? എന്താടാ കുഴപ്പം? യാത്രയൊക്കെ സുഖമായിരുന്നു എന്നും പറഞ്ഞ് ഗംഗേട്ടനില്ല എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല, അച്ഛൻ വക്കീലിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. ഇപ്പം എത്തും, വില്ലേജിനകത്തേക്ക് കയറി വാ അങ്ങനെയും പറഞ്ഞുകൊണ്ട് വില്ലേജിനകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഉണ്ട് അവിടെ. ഈ കമലയും ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട്. അപ്പോൾ കമലയോട് ചോദിക്കണം, എന്താ കമലേ, സുഖമാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എന്താ ഗംഗേട്ടാ, ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ, എനിക്ക് പരമസുഖം തന്നെയാണ്. അപ്പം മനു എടുത്ത് വായിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ വൈജാൻറ്റി ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് അടുക്കളയിൽ കയറണ്ടല്ലോ. അതുകൊണ്ട് അമ്മ എല്ലാത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. വൈജാൻറ്റിയെ എല്ലാ ജോലികളുടെ അവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ആണോ കമലേ, പറഞ്ഞ മുഴുവൻ സത്യമാണോ? അയ്യോ, ഇവൻ പറയുന്ന പച്ച കള്ളമാണ് എൻ്റെ ഗംഗേട്ട. ഞാൻ അങ്ങനെ ചെയ്യോ? ഞാനും വൈജയെ ഒറ്റക്കെട്ടാണ്.
ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടെ നിൽക്കും. ഇവന് കുശുമ്പ് മൂത്തിട്ടാ അങ്ങനെയെല്ലാം പറയുന്നത് ഗംഗേട്ട. ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കേണ്ട ഗംഗേട്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് വൈജി എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ആൻറ്റി ഫോണിൽ സംസാരിക്കുക, എന്തോ പേഴ്സണൽ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് അവിടുത്തെ നിൽക്കുന്നത്, കുറച്ച് കഴിയുമ്പോഴും വരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായി കാര്യങ്ങളൊക്കെ, ഏതായെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്താകാനായിട്ട്, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. ആ സമയത്താണ് അതാ വരുന്നടാ നമ്മുടെ വൈജ. അപ്പോൾ വൈജയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ വൈജയെ, നീ ഇവിടെ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഗംഗേട്ടന് അറിയാലോ കാര്യങ്ങളെല്ലാം, അതെല്ലാം പോട്ടെ, ഇനിയിപ്പോൾ എൻ്റെ കാര്യം വിട്ടേരെ ഗംഗേട്ട. ഗംഗേട്ട് സുഖമാണോ? എന്താണാവോ പെട്ടെന്ന് വരാനുള്ള കാരണം? ഒന്ന് പറയാതെയും വിളിക്കാതെയൊക്കെ വന്നല്ലോ. എൻ്റെ ദൈവമേ, ഇനി ഞാനിത് ആരോട് പറയണം ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം? എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ വൈജേ? ഇതെൻ്റെ വീടല്ലേ, അപ്പം എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം? അയ്യോ, അതുകൊണ്ടൊന്നുമല്ല ഗംഗേട്ടാ, ഗംഗേട്ടനങ്ങനെ പെട്ടെന്നൊന്നും വരാത്ത ഒരാളാണല്ലോ, അതും വിളിച്ച് ചോദിക്കാതെ ഗംഗേട്ടൻ വരത്തുപോലുമില്ല, അതുകൊണ്ടൊന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വരണമെന്ന് തോന്നി, ഞാൻ വന്നു. പിന്നെ വൈജേ, ചില കാര്യങ്ങളൊക്കെ എനിക്കും പറയാനുണ്ട് വൈജേ. നീ ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെ കാര്യം എന്താകും വൈജേ? അവരുടെ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടേ? ഓ, അവരുടെ കാര്യത്തെക്കുറിച്ച് ഞാനെന്ത് ചിന്തിക്കാനാ? അവർക്ക് അവരുടെ ഇഷ്ടമുള്ളതുപോലെ നടക്കല്ലേ. ഇപ്പൊ കൂട്ടിനൊരു അലീനയുണ്ടല്ലോ, അലീനയുടെ കൂടെ ഏതൊക്കെ വീട്ടിലൊക്കെ തെണ്ടി തിരിഞ്ഞ് തിന്നാൻ വേണ്ടി പോയിരിക്കുകയാണ്. അച്ഛൻ അതിന് സമ്മതം മൂളുകയും ചെയ്തു. പക്ഷേ എന്നെ അവർക്ക് കണ്ടുകൂടാ, ഞാൻ ഇതിനൊന്നും സമ്മതം മൂളുകയില്ല, അവരുടെ വഴിക്ക് ഞാൻ പോകത്തുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ ഗംഗേട്ട. അതുകൊണ്ടാ അവരിങ്ങനെയൊക്കെ കിടന്ന് എന്നോട് പെരുമാറുന്നത്. ഇപ്പൊ ഒരു കാര്യം കൂടി ഉറപ്പായല്ലോ, ഗംഗേട്ടന് അറിഞ്ഞില്ലേ? അതെ, ഈ ബാലേന്ദ്രന്റെ മകളല്ല ഈ അലീന. ഇത് കഴിഞ്ഞപ്പോഴേക്ക് നിന്നോട് ഇതാരാ പറഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. ബാലേന്ദ്രന്റെ മകളല്ല ഈ അലീന. എന്നിട്ടും അലീനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. എന്തിനു വേണ്ടി അലീനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു? അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പാടില്ലേ? ഇങ്ങേരുടെ മോളൊന്നും ഇല്ലല്ലോ അലീന, പിന്നെ എന്തിനാ വെച്ച് കെട്ടി നിൽക്കുന്നത്? അപ്പോൾ എന്ത് വേണം കരുതാനായിട്ട്? ഈ അലീനയും ബാലേന്ദ്രനും എന്തോ ബന്ധമുണ്ടെന്നല്ലേ കരുതേണ്ടത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനുവിന് കലി വരിക. മനു അങ്ങോട്ട് ഓടി ചെന്നിട്ട് പറയണ, ആൻറ്റി നിർത്തിക്കൂ ആൻറ്റി, അനാവശ്യമായ വർത്തമാനങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. കണ്ടോ ഗംഗേട്ടാ, ഇവൻ കണ്ടോ കിടന്ന് ചൂടായി കയറുന്നത്? എടാ, നിന്നോട് ഞാൻ വല്ലതും പറഞ്ഞോ? ഞാൻ സംസാരിച്ചത് മുഴുവനും എൻ്റെ ആങ്ങളയായ ഗംഗേട്ടനോടാണ്. ഞാൻ ഗംഗേട്ടനോട് സംസാരിച്ചോളാം, നീ അതിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട മനു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കമല വന്നിട്ട്, മനു നീ കയറി പോയിക്കണ്ടേ, നീ എന്തിനാ ഇപ്പോൾ ഈ ഇടയിൽ കയറി സംസാരിക്കാനായിട്ട് നിൽക്കുന്നത്? നീ കയറിപ്പോ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ, ഇവിടെ പറയുന്നത് മുഴുവനും അനാവശ്യമായ കാര്യങ്ങളാണല്ലോ, ഞാനൊന്നും പറയുന്നുമില്ല, ഒന്നും കേൾക്കുന്നുമില്ല, എനിക്കൊന്നും അറിയാൻ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മനു അങ്ങോട്ട് പോവുക. അപ്പോഴേക്കും നമ്മുടെ ഗംഗയാണെങ്കിൽ ഗംഗയ്ക്കും കലി വരികയാണ്. ഇതെന്തൊരു കഷ്ടോ, എന്തിനാ വൈജേ, നിന്റെ വായിടയ്ക്ക് നിനക്ക് വെറുതെ ഇരിക്കാനായിട്ട് പാടില്ലല്ലേ? നീ എന്തിനാ ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്? അത് ശരി, ഞാൻ സംസാരിക്കുന്നതാണോ ഗംഗേട്ട ഇപ്പോൾ അനാവശ്യമായി പോയത്? ഇവിടെ ആരും സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് കാണിക്കുന്നതും, ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണല്ലോ. എനിക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നും പറയാണ്. ഇപ്പോൾ ബാലേന്ദ്രൻ അവിടെ ഒന്നുമില്ല, എങ്ങോട്ടോ പോയിരിക്കുക, ഇനി എന്തിനാണ് ഏതിനാണെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞപ്പോഴേക്കും വൈജേ, നിന്നോട് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗംഗയെ അങ്ങോട്ട് കയറി പോവുക. ഗംഗ നേരെ ചെന്നത് ഗംഗയുടെ അമ്മയുടെ റൂമിലേക്കായിരുന്നു. അപ്പോൾ അമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അമ്മേ, ഞാൻ വന്നത് അറിഞ്ഞില്ലേ അമ്മേ? ഗംഗ, നീ വന്നത് അറിഞ്ഞായിരുന്നു ഗംഗ, പക്ഷേ എനിക്ക് അങ്ങോട്ട് വരാനായിട്ട് പറ്റില്ലല്ലോ, നിന്റെ സംസാരമൊക്കെ കേട്ടായിരുന്നു, നീ എന്താ പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ വന്നത് ഗംഗ? കണ്ടോ, ഇനി ഇത് ചോദിക്കാൻ ഇവിടെ ആരുമില്ല എൻ്റെ പൊന്നമ്മേ, എനിക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ? ഇതിനുള്ള ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. ഏതായാലും ഞാനിങ്ങടെ അമ്മയെ കാണാൻ വരുന്നത് കൊണ്ട് വല്ല പ്രശ്നമൊന്നുണ്ടോ? അയ്യോ ഗംഗ, ഞാൻ അതുകൊണ്ടൊന്നും ചോദിച്ചല്ല, നീ അങ്ങനെ മുന്നറിയിപ്പില്ലാതെ വരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ എന്താ അവിടെ ഒരു കശപിശ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ വൈജയായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അല്ല, ഇപ്പോൾ ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്ന് അവളും കൂടി അറിഞ്ഞിരിക്കുകയാണല്ലോ,
അപ്പൊ പിന്നെ എന്തിനാണ് അലീനയെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുന്നത്? അവളുടെ വായ തോന്നിയ കാര്യങ്ങൾ മുഴുവനും അവള് വിളിച്ചു പറയുക. അവളുടെ വായ അടക്കാനൊന്നും വല്ലതും പറ്റോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്ത് ചെയ്യാനാ, എനിക്കും അവളോട് സംസാരിക്കാനായിട്ട് പറ്റില്ല. അവളെ കാണുമ്പോഴെനിക്ക് കലി വരും. പറഞ്ഞ് ഞാൻ മടുത്തു ഗംഗ എന്ന് പറയാണ്. ഇപ്പേ വലിയൊരു പ്രശ്നത്തിലേക്ക് വരാൻ പോവാണ്. എന്ത് പ്രശ്നം? അതെ, അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പോകുന്നു. അതാണിപ്പോ വലിയൊരു പ്രശ്നമായിട്ട് സംഭവിക്കാനായിട്ട് പോകുന്നത്. ബാലേന്ദ്രനെ കാണാൻ വന്നായിരുന്നു. എന്തിന് നിന്നെ കാണാൻ വേണ്ടി വന്നത്? അലീനയോട് അവിടെ നിന്ന് പോകരുതെന്ന് പറയാൻ. അലീന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചില സത്യങ്ങളെല്ലാം ബാലചന്ദ്രന് വെളിപ്പെടുത്തേണ്ടി വരുമെന്ന്. ഇപ്പൊ ബാലേന്ദ്രൻ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് അറിയാവോ? ആ സ്റ്റാലിനെ കാണാൻ വേണ്ടി. സ്റ്റാലിനെ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ കണ്ടുപിടിക്കും, അതുറപ്പാ. സ്റ്റാലിനോ? സ്റ്റാലിൻ എന്തിനാ കാണുന്നത്? അവനെ കണ്ടതുകൊണ്ട് എന്താണ് പ്രയോജനം? അല്ലെങ്കിലും ബാലേന്ദ്രൻ എന്തിനാ അവനെ കാണുന്നത്? എന്തിനാ കാണുന്നതെന്നോ? അലീനയെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട്. അലീനയെ എന്തിനാ? ഇപ്പോഴാ ഞാൻ ആലോചിച്ചത്. സ്റ്റാലിൻ്റെ മകളാണല്ലോ അലീന. അതെ അമ്മേ, സ്റ്റാലിൻ്റെ മകളാണല്ലോ അലീന. അപ്പോ അച്ഛൻ്റെ കയ്യിൽ തന്നെ മകളെ ഏൽപ്പിക്കാനാണ് ബാലേന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത്. എടാ, നിനക്കൊന്ന് ബാലചന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കി കൂടായിരുന്നോ? എന്തു പറയാനാണ്? ഞാനെന്തു പറയാനാ അമ്മേ? ബാലേന്ദ്രനോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പൊ ബാലേന്ദ്രൻ പറയുന്നത് അലീന അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതുകൊണ്ട് അവൾക്ക് സേഫായ ഒരു സ്ഥലം വേണ്ടേ, അവളുടെ സ്വന്തം അച്ഛൻ്റെ അരികിൽ തന്നെ അവൾ ഇരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാ ബാലേന്ദ്രൻ എന്നെ പൊളിച്ചടുക്കിയത്. എനിക്കതിൽ ഒന്നും പറയാനും പറ്റില്ല. ബാലേന്ദ്രനെ തടയാനായിട്ട് പറ്റുമോ? ബാലേന്ദ്രനും പറയുന്നതിലും കാര്യമുണ്ട് അമ്മേ. എൻ്റെ ദൈവമേ, ഇത് എവിടെ പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മ ഒരു കാര്യം ചെയ്യും, അലീനയോട് ഒന്ന് പറഞ്ഞു നോക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകല്ലേ എന്ന്. മോനേടാ, ഞാൻ പറഞ്ഞു നോക്കിയാലും അവള് ഒറ്റക്കാലം നിൽക്കുക. അവൾക്ക് വല്ലതും ചെയ്യാനായിട്ട് പറ്റുമോ? എല്ലാത്തിനും കാരണക്കാരി ആ വൈജയല്ലേ. ആ വൈജ അലീന ഇറങ്ങി പോണമെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ വാശിയിൽ നിൽക്കല്ലേ. അപ്പൊ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റൂടാ. അതുകൊണ്ട് ആ പാവ ഇറങ്ങി പോകാനായിട്ട് പോകുന്നു. അല്ലെങ്കിലും അലീനയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് യാതൊരു താല്പര്യമില്ല. അവൾക്ക് ഇഷ്ടം തന്നെയാണെന്നും പറയാണ്. അമ്മേ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വൈജിയോട് സത്യങ്ങൾ തുറന്നു പറയാനാണ് തോന്നുന്നത്. എടാ, അങ്ങനെ വൈജിയോട് സത്യം തുറന്നു പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പറയാനും പറ്റാത്തൊരവസ്ഥ. അല്ലാണ്ട് എപ്പോഴാണെങ്കിലും അറിയണമല്ലോ. ഇനിയിപ്പോൾ വൈജിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അവള് ജീവനെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും സ്റ്റാലിൻ വൈജിയെ കാണാൻ വരും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ അലീനയും കൊണ്ട് ആയിരിക്കും ചിലപ്പോൾ സ്റ്റാലിൻ വരുന്നത്. അവനറിയില്ലല്ലോ അവൻ ഇങ്ങനൊരു കുഞ്ഞുള്ള കാര്യം. അപ്പോൾ ഏതാണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി അവൻ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ, കണ്ടറിയാം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗംഗ നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. മനുവിനോട് ഓരോ കാര്യങ്ങളെല്ലാം സംസാരിക്കുക. ആ സമയത്ത് വരുന്നു നമ്മുടെ ശിവൻ. അപ്പോൾ ശിവൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗംഗ പറയാണ്, അതെ, ഞാനിവിടെ വന്നതേ ചില അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറയാനാണ്. നിന്നോട് സംസാരിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഇവിടെ വന്ന് കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കാനാണ്. അതിന് ഗംഗയോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഇവിടെ വന്നപ്പോൾ മുതൽ ചോദിക്കുകയാണ്, ഗംഗേട്ടൻ എന്താ പെട്ടെന്ന് വന്നത്, ഗംഗേട്ടനൊരു മുന്നറിയിപ്പില്ലാതെ വന്നത് എന്നൊക്കെ ഓരോ ക്വസ്റ്റ്യനായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാമെന്ന് വിചാരിച്ചു. എന്താ ഗംഗേട്ടാ, സീരിയസ് ആയിട്ടുള്ള വല്ല കാര്യമാണ്? അതെ, കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണ് എന്ന് ഗംഗയും പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.